ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കപ്പാസിറ്റി ബിൽഡിംഗ് ആണ്. So capacity building is an ongoing process that equips officials, stakeholders and the community to perform their functions in a better manner during crisis or disaster. നമ്മുടെ ക്രൈസിസോ അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒഫീഷ്യൽസിനായാലും സ്റ്റേക്ക് ഹോൾഡേഴ്സിനായാലും ആ ഒരു ഏരിയയിലെ കമ്മ്യൂണിറ്റിക്കായാലും ബെറ്ററായി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആ ഒരു ക്രൈസിസിനോട് ബെറ്ററായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എയ്ഡ്, അതുപോലെ അതായത് ട്രെയിനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത്. In the process of capacity building, we must include elements of human resource development, that is, individual training, then organizational development such as improving the functioning of groups and organizations, and institutional development. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഇൻഡിവിജ്വൽ ട്രെയിനിങ് നടക്കുന്നുണ്ട്, അതുപോലെ ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്താണ്, ഫങ്ഷനിങ് ഗ്രൂപ്പ്സിന് വേണ്ടി ഒക്കെ എന്താ, ഓർഗനൈസേഷന് പ്രത്യേക ട്രെയിനിങ്, ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഇവിടെ എന്താണ് ചെയ്യുന്നുണ്ട് കപ്പാസിറ്റി ബിൽഡിങ്ങിൻ്റെ അകത്ത്. ദി കപ്പാസിറ്റി ഡെവലപ്മെൻറ്റ് ഇൻക്ലൂഡ് ട്രെയിനിങ് പ്രോഗ്രാംസ്, curriculum development, large-scale awareness creation efforts, and carrying out regular mock drills and disaster response exercise. So ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ റെഗുലറായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ദെൻ കരിക്കുലം ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ദെൻ അവെയർനെസ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ദെൻ റെഗുലറായിട്ട് മോക്ക് ഡ്രിൽസും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് കപ്പാസിറ്റി ബിൽഡിങ്ങിൻ്റെ അകത്ത് വരുന്നത്. At the national level, the National Institute of Disaster Management is a capacity building arm, and the state have disaster management cells in state administrative training institution performs the function of capacity building for effective and efficient disaster management. നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാഷണൽ ലെവലിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഉണ്ട്. ഇവരാണ് കപ്പാസിറ്റി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റേറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെല്ലുണ്ടായിരിക്കും, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെൽസൊക്കെ ഉണ്ടായിരിക്കും. ഇവരാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കപ്പാസിറ്റി ബിൽഡിങ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അവരാണ് എന്ത് ചെയ്യുന്നത്, ഇവർക്ക് ഈ ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദർ ആർ നമ്പർ ഓഫ് അതർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിച്ച് ആർ engaged in training and capacity building in the area of disaster management. സോ അതുപോലെ തന്നെ നമ്മൾ എന്താണ്, പെർട്ടിക്കുലറി ഈ ട്രെയിനിങ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും നമുക്ക് അവൈലബിൾ ആണ്. സോ ഇനി നമുക്ക് എന്താണ് എലമെൻറ്റ്സ് ഓഫ് കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് നോക്കാം. എലമെൻറ്റ്സ് ഓഫ് കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് എഡ്യൂക്കേഷൻ ഓൺ ഡിസാസ്റ്റർ പ്രിവെൻഷൻ ആൻഡ് റെസ്പോൺസ്. നമ്മൾ എന്താണ്, പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം ഡിസാസ്റ്റർ പ്രിവെൻഷനിലും റെസ്പോൺസിലും വേണ്ടിയിട്ട്. ദെൻ ട്രെയിനിങ് ടു വൾണറബിൾ കമ്മ്യൂണിറ്റീസ്, നമ്മൾ വൾണറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. ദെൻ കൊളാബറേഷൻ വിത്ത് റിലീഫ് ഏജൻസീസ്, നമുക്ക് റിലീഫ് ഏജൻസീസുമായിട്ടുള്ള എന്താ കൊളാബറേഷൻസ് ഉണ്ടായിരിക്കണം. ദെൻ മോക്ക് ഡ്രിൽസ് ഒരു എലമെൻറ്റാണ്. ഹൗസ് ഹോൾഡ് പ്രിപ്പറേഷൻ ഉണ്ട്. ദെൻ അണ്ടർസ്റ്റാൻഡിങ് വാർണിംഗ് ഡിവാർണിംഗ് മെസ്സേജസ്, നമുക്ക് ഒരു മെസ്സേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി, അതൊരു എലമെൻറ്റാണ്. ദെൻ ഫസ്റ്റ് എയ്ഡ് പ്രിപ്പയർഡ്നെസ്. ഇതാണ് എലമെൻറ്റ്സ് ഓഫ് കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത്. ദെൻ കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് നമ്മൾ പറയാൻ തുടങ്ങി അല്ലേ. ഇനി അപ്പോൾ നമ്മൾ എന്താണ് കപ്പാസിറ്റി എന്ന് അറിയണം. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, കപ്പാസിറ്റി ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഓൾ ദ സ്ട്രെങ്ത്, attributes and resources available within an organization, community or society to manage and reduce disaster risk and strengthen resilience. So capacity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ സ്ട്രെങ്ത്ത്, റിസോഴ്സസ്, അവൈലബിൾ ആയിട്ടുള്ള സ്ട്രെങ്ത്ത്, റിസോഴ്സസ്, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ കപ്പാസിറ്റീനെയാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അതാണ് കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത്. ദെൻ കപ്പാസിറ്റി മേ ബി ഇൻക്ലൂഡ്
ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരും, ഹ്യൂമൻ നോളജ് വരും, ആൻഡ് സ്കിൽസ്, ഹ്യൂമൻ നോളജും സ്കിൽസ്, ആൻഡ് കളക്റ്റീവ് ആട്രിബ്യൂട്ട്സ് സച്ച് ആസ് സോഷ്യൽ റിലേഷൻഷിപ്സ്, ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കപ്പാസിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കോപ്പിംഗ് കപ്പാസിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് എ പീപ്പിൾ, organizations and system using available skills and resources to manage adverse conditions, a risk or disaster. And the capacity of cope require continuing awareness, resources and good management both in normal times as well as during disaster or adverse conditions. Coping capacities contribute to reduction of disaster risk. സോ ഇതാണ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കപ്പാസിറ്റി ബിൽഡിങ്ങിന് രണ്ട് മെഷേഴ്സ് ഉണ്ട്. സ്ട്രക്ചറൽ മെഷേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ സ്ട്രക്ചറൽ മെഷേഴ്സ് ഉണ്ട്. സ്ട്രക്ചറൽ മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറൽ മെഷേഴ്സ് ആർ എനി ഫിസിക്കൽ കൺസ്ട്രക്ഷൻ ടു റെഡ്യൂസ് ഓർ അവോയ്ഡ് പോസിബിൾ ഇമ്പാക്റ്റ് ഓഫ് ഹസാർഡ്സ്. അതായത് നമുക്കൊരു ഹസാർഡ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ഫിസിക്കൽ കൺസ്ട്രക്ഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്താണ് സ്ട്രക്ചറൽ മെഷേഴ്സ് എന്ന് പറയുന്നത്. ഓർ ദി ആപ്ലിക്കേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നിക്സ് ഓർ ടെക്നോളജി ടു അച്ചീവ് ഹസാർഡ് റെസിസ്റ്റൻസ് ആൻഡ് റെസിലിയൻസ് ഇൻ സ്ട്രക്ചർ ഓർ സിസ്റ്റം. നമ്മൾ എന്തെങ്കിലും സ്ട്രക്ചറൽ മെഷേഴ്സാണ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു. അത് നമ്മൾ യൂസിങ് എഞ്ചിനീയറിംഗ് ടെക്നോളജി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ടെക്നിക്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒരു ഡിസാസ്റ്ററിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സ്ട്രക്ചർ വിസിബിളായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ മെഷേഴ്സ് എന്ന് പറയുന്നത്. Common structural measures for disaster risk reduction include dams, flood levees, ocean wave barriers, earthquake resistant construction and evacuation shelters. സോ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. എർത്ത് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ഉണ്ടാക്കാറുണ്ട്. അതെന്ത് എർത്ത് വരുന്ന സമയത്ത് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഞ്ചിനീയറിംഗ് ടെക്നോളജി വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു മെഷറാണ്. സോ ഇതൊക്കെയാണ് സ്ട്രക്ചറൽ മെഷേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് നോൺ സ്ട്രക്ചറൽ മെഷേഴ്സാണ്. നോൺ സ്ട്രക്ചറൽ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ മെഷേഴ്സ് ആർ not involving physical construction which are knowledge, practice or agreement to reduce disaster risk and impacts, in particular through policies and laws, public awareness raising, ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. സോ ഇവിടെ നോൺ സ്ട്രക്ചറൽ മെഷേഴ്സാണ്. അതായത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, അതായത് ഇൻവോൾവിങ് ഫിസിക്കൽ കൺസ്ട്രക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. മറിച്ച് നമ്മുടെ നോളജ്, അതുപോലെ പ്രാക്ടീസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. Common non-structural measures include building codes, then land use planning laws and their enforcement. ഇതിൻ്റെ അകത്ത് ലോസ്, അതുപോലെ എൻഫോഴ്സ്മെൻറ്റ്, പിന്നെ ബിൽഡിംഗ് കോഡ്സ്, സർട്ടൻ കോഡ്സ്, ആൻഡ് റിസർച്ച് ആൻഡ് അസസ്മെൻറ്റ്, ഇൻഫർമേഷൻ റിസോഴ്സ് ആൻഡ് പബ്ലിക് അവയർനെസ് പ്രോഗ്രാം. അതായത് ഇങ്ങനെ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള നോളജിനെയാണ് മെയിനായിട്ട് നമ്മൾ നോൺ സ്ട്രക്ചറൽ മെഷേഴ്സ് എന്ന് പറയുന്നത്. ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് വിൽ ഹാവ് to set up a necessary institutional support for enforcement, monitoring and compliance. അതായത് നമ്മൾ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ കപ്പാസിറ്റി അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കപ്പാസിറ്റി എന്താ പഠിച്ചു, കപ്പാസിറ്റി ബിൽഡിംഗ് എന്താണെന്ന് പഠിച്ചു. ഇനി അടുത്ത ടേം കപ്പാസിറ്റി അസസ്മെൻ്റ് ആണ്. കപ്പാസിറ്റി അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് കപ്പാസിറ്റി ഓഫ് എ ഗ്രൂപ്പ്, organization or society is reviewed against desired goals where existing capacities are identified for
maintenance or strengthening and capacity gaps are identified for further action. കപ്പാസിറ്റി അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ അസസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ കപ്പാസിറ്റി നമ്മൾ അസസ് ചെയ്ത് അതിനെ റിവ്യൂ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ വീക്ക്നെസ് എന്തൊക്കെയാണ്, അതിൻ്റെ പോസിറ്റീവ് എന്തൊക്കെയാണ്, അതിന് മൊത്തമായിട്ട് നമ്മൾ അസസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്തെങ്കിലും വീക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ് നമുക്ക് എടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കപ്പാസിറ്റി അസസ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So strengthening capacity for reducing risk. Capacity development is a process by which people, organization and society systematically stimulate and develop their capacity over time to achieve social and economic goals. സോ എന്തിനാണ് കപ്പാസിറ്റി സ്ട്രെങ്തൻ ചെയ്യുന്നത്? നമുക്ക് ഒരു പെർട്ടിക്കുലർ സോഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആളുകളുടെ, ഓർഗനൈസേഷൻ്റെ, സൊസൈറ്റിയുടെ അവരുടെ കപ്പാസിറ്റി നമ്മൾ ടൈം ടു ടൈം ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് ഇറ്റ് ഈസ് കൺസെപ്റ്റ് ദാറ്റ് എക്സ്റ്റെൻഡ് ദ ടേം ഓഫ് കപ്പാസിറ്റി ബിൽഡിംഗ് ടു എൻകംപസ് all aspect of creating and sustaining capacity growth over time, and it involves learning and various types of training, but also continuous effort to develop institutions, political awareness, financial resources, technology system and the wider enabling environment. So ഇതൊക്കെയാണ് അതിൽ വരുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡെവലപ്മെൻറ്റ് ആൻഡ് പൊളിറ്റിക്കൽ അവയർനെസ്, ദെൻ ഫിനാൻഷ്യൽ റിസോഴ്സസ്, ഇതൊക്കെയാണ് നമ്മൾ കപ്പാസിറ്റീനെ സ്ട്രെങ്തൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം വരുന്നത്.